പരിണയം. അർജുനും മാൻവിയും ഒന്നിച്ച് കൈപിടിച്ച് കാറിൽ കയറിപ്പോയപ്പോൾ അർജുൻ പ്രതീക്ഷിച്ചതുപോലെ യാതൊരു ഭാവമാറ്റങ്ങളും ആരോഹിക്കുണ്ടായില്ല. അവൾ മറ്റെന്തൊക്കെയോ ചിന്തകളിൽ മുഴുകി വീണ്ടും പടിക്കെട്ടിലേക്ക് തന്നെയിരുന്നു. അവൾക്കിഷ്ടമാണ് സായം സന്ധ്യയിൽ പടർന്നു വരുന്ന ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് വെറുതെ ഉമ്മർത്തിരിക്കാൻ. അവരുടെ കാറ് മുറ്റത്തിന്റെ കോമ്പൗണ്ട് കഴിഞ്ഞിറങ്ങിയിട്ടുണ്ടാവും. അതേ സമയം തന്നെയാണ് മറ്റൊരു കാറ് കോമ്പൗണ്ടിലേക്ക് വന്നു കയറിയത്. ആലോചനയോടെ ആരോഹി മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. കോവിലകത്തിന്റെ മുൻപിലായിക്കൊണ്ട് നിർത്തിയ കാറിൽ നിന്ന് വാസുദേവൻ ഇറങ്ങുന്ന കണ്ടതും അവരെല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. കൂട്ടുകാർക്കൊപ്പം ട്രിപ്പിന് ഒരാഴ്ചക്കെന്നും പറഞ്ഞു പോയതാണ്. ഇപ്പൊ പോയിട്ട് ഏകദേശം 2 ആഴ്ചയ്ക്ക് മുകളിലായിരിക്കുന്നു. ആരോഹി കപട ദേഷ്യത്തോടെ വസുദേവനെ നോക്കി. അയാൾ കൂട്ടുകാരോട് യാത്ര പറഞ്ഞ് നേരെ ആരോഹിക്കടുത്തേക്ക് വന്നു. അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. എന്താച്ചാ ഇത്? ഒരാഴ്ചത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞു പോയിട്ട് ഇതിപ്പോ എത്ര ദിവസമായി? ആരോഹി ഉള്ളിലുണ്ടായിരുന്ന പരിഭവത്തോടെ വാസുദേവനോട് ചോദിച്ചു. സോറി മോളെ, ഞങ്ങൾ ആക്ച്വലി ട്രിപ്പ് പോയിക്കൊണ്ടിരുന്ന നേരത്ത് തന്നെ വേറെ കുറച്ച് സൂപ്പർ ഡെസ്റ്റിനേഷൻസ് കണ്ടു. പിന്നെ അവിടെയൊക്കെ ഈ 2 ദിവസം വീതം സ്പെൻഡ് ചെയ്ത് വന്നപ്പോ ഇത്രയും ദിവസമായിപ്പോയി. എവിടെ അമ്മ? അമ്മ അകത്തുണ്ട്, അച്ഛമ്മ. ആരോഹി വസുദേവന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. അയാളെ കണ്ടപ്പോൾ വസുതയ്ക്കും ചെറിയൊരു പരിഭവമൊക്കെ തോന്നിയെങ്കിലും പെട്ടെന്ന് തന്നെ വസുധ അയാൾക്കടുത്തേക്ക് വന്നുകൊണ്ട് കയ്യിലിരുന്ന ബാഗും മറ്റ് സാധനങ്ങളും ഒക്കെ വാങ്ങി മുറിയിലേക്ക് കൊണ്ടുപോയി വെച്ചു. നോക്ക് ദേവേട്ട, ഇനി ഇങ്ങനെ ട്രിപ്പെന്നും പറഞ്ഞ് കറങ്ങി അടിച്ച് നടക്കാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. സാധനങ്ങൾ റൂമിൽ കൊണ്ടുവന്ന് വെച്ച ശേഷം വസുധ വാസുദേവനോടായി പറഞ്ഞു. എടോ, ഞാൻ അങ്ങനെ ഇപ്പോഴും ട്രിപ്പൊന്നും പോവാറില്ലല്ലോ. ഇത് തന്നെ കുറച്ചുനാൾ കൂടിയല്ലേ പോയത്. വസുദേവൻ പറഞ്ഞപ്പോ അവരും അതേപ്പറ്റി ആലോചിച്ചു. ശരിയാണ്, അങ്ങനെ ഇങ്ങനെയൊന്നും പോകാറുള്ള ആളല്ല. വല്ലപ്പോഴും അത്രമേൽ ഇഷ്ടമായ സ്ഥലങ്ങൾ കാണുകയാണെങ്കിൽ മാത്രം പോകുന്ന ഒരാളാണ് വാസുദേവൻ. അയാൾ ഫ്രഷായി വന്നു. ആഹാരമൊക്കെ കഴിച്ചതോടെ അവർ രണ്ടുപേരും മുറിയിലേക്ക് പോയി. ആരോഹി അവളുടെ മുറിയിലേക്കും. അച്ഛൻ വന്നുകൊണ്ട് തന്നെ ഇന്ന് അമ്മയോട് തനിക്ക് കൂട്ടുകിടക്കാൻ വരണ്ടെന്ന് ആരോഹി പ്രത്യേകം പറഞ്ഞിരുന്നു. ആഹാരം കഴിപ്പൊക്കെ കഴിഞ്ഞ് വാസുദേവൻ ബെഡിൽ കിടക്കുവാണ്. അയാൾക്കടുത്തേക്ക് വന്ന് വസുദേയും കിടന്നു. ദേവേട്ട, നിങ്ങൾ ഇവിടുന്ന് പോയതിനു ശേഷം ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. താൻ മെസ്സേജ് ചെയ്തിരുന്നല്ലോ. ഇനി എന്താണ് ദേവേട്ടന്റെ തീരുമാനം? ഇനി നമ്മൾ എന്ത് തീരുമാനിക്കാനാണ് വസുദേ? എത്രയും പെട്ടെന്ന് നിന്റെ അച്ഛനോട് കാര്യങ്ങൾ പറയുന്നു. പറഞ്ഞ ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് മാറുന്നു. ഇനി അർജുൻ താമസിക്കുന്ന ഈ വീട്ടിൽ എൻ്റെ മകൾ വേണ്ട. അതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ പോകെ പോകെ ഓരോരുത്തരുടെ കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും കേട്ട് അവൾക്കത് കൂടുതൽ വിഷമമാകും. എന്തിനാണ് നമ്മളായിട്ട് നമ്മുടെ മകളെ വിഷമിപ്പിക്കാൻ മറ്റുള്ളവർക്ക് ഇട്ടുകൊടുക്കുന്നത്? ഗായത്രിയുടെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ. വാസുദേവൻ ആലോചനയോടെ അവരോട് പറഞ്ഞു. അങ്ങനെ ആ കാര്യങ്ങൾക്കും തീരുമാനമായി. പിറ്റേന്ന് പതിവ് പോലെ ആരോഹി ഓഫീസിലേക്ക് പോകാൻ തയ്യാറായി ഇറങ്ങുകയാണ്. ഒരു മഞ്ഞ കോട്ടൺ സാരി ഭംഗിയായി ഞൊറിഞ്ഞെടുത്ത് മിതമായ ഒരുക്കങ്ങളോടെ അവൾ താഴേക്ക് ഇറങ്ങി വന്നു. വാസുദേവനും കൃഷ്ണനും മേനോനും എല്ലാവരും ഉണ്ട് ഹാളിൽ. മുത്തശ്ശന്റെ മുഖം കണ്ടപ്പോൾ തന്നെ ആരോഹിക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. മിക്കവാറും അച്ഛൻ മുത്തശ്ശനോട് വീട് മാറുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് ആരോഹി മനസ്സിൽ ചിന്തിച്ചു. മുത്തശ്ശന്റെ തീരുമാനം അറിയാനേ ആരോഹിയും അല്പനേരം അവിടെ തന്നെ നിന്നു. വാസുദേവ, നിനക്ക് നിർബന്ധമാണോ ഇവിടെ നിന്ന് മാറണമെന്ന്? അതെ അച്ഛാ. പിന്നെ വീട് മാറിയാൽ തന്നെ ഞങ്ങൾ ഒരുപാട് ദൂരത്തേക്കൊന്നും അല്ലല്ലോ മാറുന്നേ. ഒരു മുറ്റത്ത് തന്നെയല്ലേ. അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അച്ഛനും അമ്മയ്ക്കും എപ്പോൾ വേണമെങ്കിലും അവിടേക്ക് വരാവുന്നതല്ലേ ഉള്ളൂ. അതല്ല, ഞങ്ങളാണെങ്കിലും ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടും വരാം. പിന്നെ എപ്പോഴും അകലം കുറഞ്ഞിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരുപാട് അടുത്ത് കിടക്കുമ്പോഴാണ് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നത്. വസുദേവൻ ഗായത്രിയെ നോക്കി പറഞ്ഞു. ഗായത്രി മുഖം കുനിച്ചു കളഞ്ഞു. നിങ്ങളുടെ തീരുമാനം അതാണെങ്കിൽ ഇനി ഞാനായിട്ട് എതിര് നിൽക്കുന്നില്ല. കൃഷ്ണമേനോൻ അവസാന വാക്കുപോലെ പറഞ്ഞു. താങ്ക്സ് അച്ഛാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങൾ അവിടേക്ക് മാറുകയാണ്. വാസുദേവൻ ആ പറഞ്ഞതിന് മറുപടിയായി കൃഷ്ണമേനോൻ ഒന്നു മോളി.
പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. വാരത്തു നിന്ന് തന്നെ 2-3 ജോലിക്കാരെ അവിടേക്ക് പറഞ്ഞയച്ച് വീടും പരിസരവും എല്ലാം വൃത്തിയാക്കിയെടുക്കുവാൻ തീരുമാനമായി. അത്യാവശ്യം സാധനങ്ങളും ഫർണിച്ചറുകളും എല്ലാം അവിടെ ഉള്ളതുകൊണ്ട് വീട്ടിലേക്ക് ആവശ്യമായ പലചരക്ക് സാധനങ്ങൾ മാത്രമേ അവർക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടതായി വന്നുള്ളൂ. അച്ഛനോടും അമ്മയോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് ആരോഹി ജോലിക്ക് പോകാനായി ഇറങ്ങി. മോളെ, നിന്റെ സാധനങ്ങളൊക്കെ എങ്ങനെയാ? വസുധ അവൾക്കടുത്തേക്ക് വന്നു. എന്റെ സാധനങ്ങളെല്ലാം തൽക്കാലം ഈ റൂമിൽ തന്നെ ഇരിക്കട്ടമ്മേ. വൈകിട്ട് ഞാൻ ജോലി കഴിഞ്ഞ് വന്ന ശേഷം അതെല്ലാം നമ്മുടെ വീട്ടിലേക്ക് മാറ്റാം. ശരി മോളെ, നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. അതും പറഞ്ഞു വസുധ അകത്തേക്ക് നടന്നു. ആരോഹിക്കെന്തോ മനസ്സിന് നല്ല സമാധാനം തോന്നി. അത് മറ്റൊന്നും കൊണ്ടല്ല, ഭാര്യത്തെ വിശാലമായ അകത്തളങ്ങളിൽ വിയർപ്പ് മുട്ടി ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് സ്വന്തം വീട്. അതിപ്പോൾ ഇത്തിരി ചെറുതായാൽ പോലും സമാധാനത്തോടെയാണ് അവിടെ ജീവിക്കുന്നത്. അന്നത്തെ ദിവസം അല്പം വൈകിയായിരുന്നു അക്ഷിത് ഓഫീസിലേക്ക് എത്തിയത്. തലേദിവസം വീട്ടിലിറങ്ങേറിയ സംഭവങ്ങളുടെ ബാക്കി പത്രമായി നന്ദി ദേഷ്യത്തോടെയായിരുന്നു അക്ഷിത് ക്യാബിനിലേക്ക് കടന്നു വന്നത്. ആരോഗ്യ അവനെ നോക്കി ഗുഡ് മോർണിംഗ് പറഞ്ഞെങ്കിലും അവൾക്കൊരു പുഞ്ചിരി പോലും മടക്കി നൽകാതെയാണ് അവൻ സീറ്റിലേക്ക് ഇരുന്നത്. ഇന്ന് എന്തു പറ്റി? നല്ല ഗൗരവത്തിലാണല്ലോ. അക്ഷിതിനെ ഒളികണ്ണിട്ട് നോക്കി ആരോഗ്യ മനസ്സിൽ പറഞ്ഞു. അതേ ഗൗരവത്തിൽ തന്നെയായിരുന്നു അവൻ അന്ന് മുഴുവനും ഇരുന്നത്. സാധാരണ ഇടയ്ക്കിടയ്ക്ക് അവന്റെ ചില നോട്ടങ്ങൾ തന്നെ തേടി വരാറുള്ളത് ആരോഗ്യം ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അന്നെന്തോ പലതവണ ആരോഗ്യം അവനെ നോക്കിയെങ്കിലും വഴിതെറ്റിപ്പോലും അവന്റെ ഭാഗത്തു നിന്നൊരു നോട്ടം അവളിലേക്ക് വന്നില്ല. ആരോഹിക്ക് എന്തോ വല്ലായ്മ തോന്നി. ഒപ്പം എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നൊരു തോന്നലും. അവൾ സ്വയം ഒരുപാട് പ്രാവശ്യം വിലക്കി. അക്ഷിത് തന്റെ ബോസാണ്. തനിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരാൾ. പക്ഷെ മനസ്സവന് അടിമപ്പെട്ടു പോകുന്നത് പോലെ ഒരു തോന്നൽ അവളിലേക്ക് വന്നു. മനസ്സിലേക്ക് കടന്നു വന്ന അനാവശ്യ ചിന്തകളെയെല്ലാം മറന്നുകൊണ്ട് ആരുഹി വർക്കിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന സമയത്താണ് നന്ദകിഷോർ പെർമിഷൻ വാങ്ങിക്കൊണ്ട് അക്ഷിതിന്റെ ക്യാബിനിലേക്ക് വന്നത് നന്ദകിഷോർ ആണെന്ന് കണ്ടതും അക്ഷിത് സിസ്റ്റത്തിൽ നിന്നും മുഖമുയർത്തി നന്ദകിഷോറിനെ നോക്കി. എന്താ നന്ദകിഷോർ? അക്ഷിത് ചോദിച്ചു. സർ, നന്ദൻ ഗ്രൂപ്പ് സിഇഒ സിദ്ധാർത്ഥ് മേനോൻ വന്നിട്ടുണ്ട്. അക്ഷിക്ക് നല്ല പരിചയമുള്ള അവന്റെ ഒരു സുഹൃത്ത് കൂടിയാണ് സിദ്ധാർത്ഥ്. ആഹാ, എവിടെ? സർ, ലോഞ്ചിൽ വെയിറ്റ് ചെയ്യുവാണ്. ആളെ ഇങ്ങോട്ട് വിളിക്കട്ടെ? ഓക്കെ, വിളിക്കൂ. ആ സമയമെല്ലാം സിസ്റ്റത്തിൽ നോക്കി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരോഹി. എങ്കിൽ പോലും അവൾ അവരിരുവരുടെയും സംസാരം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. അതോടെ അവൾക്ക് മനസ്സിലായി ക്യാബിനുള്ളിലേക്ക് ഇപ്പോൾ ഒരു ഗസ്റ്റ് വരുമെന്ന്. നന്ദകിഷോർ ക്യാബിൻ വിട്ടകന്ന് അല്പസമയത്തിനു ശേഷം ക്യാബിൻ ഡോറിൽ നോക്ക് ചെയ്തുകൊണ്ട് സുമുഖനായ ഒരു ചെറുപ്പക്കാരനകത്തേക്ക് കയറി വന്നു. ഒരു നിമിഷം ആരോഹി അയാളെ തന്നെ നോക്കി നിന്നുപോയി. അകത്തേക്ക് കയറി അക്ഷിതിനെ കൈകൊടുത്തുകൊണ്ട് നിന്ന സിദ്ധാർത്ഥ് പെട്ടെന്നാണ് ആരോഹിയെ നോക്കിയത്. സിദ്ധാർത്ഥിൽ നിന്നും ശ്രദ്ധ മാറി അക്ഷയുടെ ശ്രദ്ധയും ആരോഹിയിലേക്ക് നീണ്ടു. ഭംഗിയുള്ള മഞ്ഞ സാരിയിൽ ഒരു മഞ്ഞ മന്ദാരപ്പൂവ് പോലെ ജ്വലിച്ചു നിൽക്കുകയാണ് അവളുടെ സൗന്ദര്യം. എന്തോ ആരോഹിയും സിദ്ധാർത്ഥിനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും അക്ഷിക്ക് വല്ലാത്തൊരു ദേഷ്യം തോന്നി. അവൻ ഉറക്കൊന്ന് ചുമച്ചതും ആരോഹി പെട്ടെന്ന് സിദ്ധാർത്ഥിൽ നിന്ന് നോട്ടം മാറ്റി അക്ഷിയെ നോക്കി. അവന്റെ മുഖത്തെ കല്ലിച്ച ഭാവത്തിന്റെ അർത്ഥം ആരോഹിക്ക് വ്യക്തമായി മനസ്സിലായി. അക്ഷി, ഇത്? സിദ്ധാർത്ഥ് ആരോഹിയെ നോക്കിയ ശേഷം അക്ഷിയോടായി ചോദിച്ചു. സിദ്ധു ഇതെന്റെ പുതിയ PS ആണ്, ആരോഹി. അപ്പൊ ഡയാന റിസൈൻ ചെയ്തു 1 മന്ത് മുമ്പ്. ഇപ്പോൾ 1 മന്തായിട്ട് ആരോഹിയാണ്. മറുപടിയായി ഒന്ന് മൂളിക്കൊണ്ട് സിദ്ധാർത്ഥ് ആരോഹിക്ക് അടുത്തേക്ക് വന്നു. ഹായ് ആരോഹി. അതും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് അവൾക്ക് കൈ കൊടുത്തു. എന്തോ അവൻ നീട്ടിപ്പിടിച്ചു നിൽക്കുന്ന കൈയിലേക്ക് കൈ ചേർക്കാതിരിക്കാൻ അവൾക്കായില്ല. അതേസമയം സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ ആരോഹിയുടെ മുഖത്ത് ആകമാനം ഒഴുകി നടന്നു. ഐശ്വര്യവും ഭംഗിയും ഒരുപോലെയുള്ള ഒരു പെണ്ണ്. കരി നീട്ടി എഴുതിയ അവളുടെ കണ്ണുകളിലേക്കും നെറ്റിയിലെ കുഞ്ഞിക്കറുത്ത പൊട്ടിലേക്കും തുടുത്തു നിൽക്കുന്ന അതരങ്ങളിലേക്കുമെല്ലാം സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ ഒഴുകി നടന്നു. ഒടുവിൽ അവളുടെ കഴുത്തിൽ തെളിഞ്ഞു കണ്ട കാക്കപ്പുള്ളിയിൽ അവന്റെ മിഴികൾ ഉടക്കിയതും അക്ഷി കൂടുതൽ അസ്വസ്ഥനായി. അവനെ ഏറെ ആകർഷിച്ചത്
അവളുടെ വസ്ത്രധാരണയായിരുന്നു. ഭംഗിയിൽ സാരി ഞൊറിഞ്ഞെടുത്ത് ഒരു വശത്തുകൂടി മുൻപോട്ടിട്ടേക്കുന്ന അവളുടെ മുടി കണ്ടതും സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ തള്ളി വന്നു. ആദ്യമായിട്ടായിരുന്നു അത്രയും നീളമുള്ള മുടിയുള്ള ഒരു പെൺകുട്ടിയെ അവൻ കാണുന്നത്. സിദ്ധാർത്ഥ് അർത്ഥം വെച്ച കണ്ണുകളോടെ അക്ഷയെ ഒന്ന് നോക്കി. എന്നാൽ ഏറെ നേരമായിട്ടും സിദ്ധാർത്ഥ് തന്റെ കയ്യിൽ പിടിച്ചിരിക്കുകയാണെന്നറിയേ ആരോഹിക്കൊരു വല്ലായ്മ തോന്നി. അവൾ പതിയെ കൈ വലിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും സിദ്ധാർത്ഥ് കൂടുതൽ ശക്തിയിൽ അവളുടെ കൈയിലേക്ക് അവന്റെ കൈ ചേർത്ത് പിടിച്ചു. എന്തോ അവൻ അവളുടെ കൈ വിട്ടുകളയാൻ തോന്നിയില്ല. ആരോഹിയുടെ നോട്ടം അക്ഷയുടെ കണ്ണുകളിൽ ചെന്നെത്തി. അതേസമയം അക്ഷയാണെങ്കിലോ സിദ്ധാർത്ഥ് ചേർത്ത് പിടിച്ച ആരോഹിയുടെ കൈകളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് അക്ഷി വന്ന് സിദ്ധാർത്ഥിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവന്റെ പ്രൈവറ്റ് റൂമിലേക്ക് പോയി. ആരോഹിക്കെന്തോ സിദ്ധാർത്ഥിന്റെ പെരുമാറ്റത്തിൽ ഒരു വല്ലായ്മ തോന്നിച്ചു. ഇന്നുവരെ ഇങ്ങനെ അധികാരഭാവത്തിൽ അത്ര പരിചയമില്ലാത്ത ഒരാൾ തന്നോടിങ്ങനൊന്നും പെരുമാറിയിട്ട് പോലുമില്ല. അങ്ങനൊരാൾക്ക് മുൻപിൽ താൻ നിന്നു കൊടുത്തിട്ടുമില്ല. എന്തോ അവൾക്ക് തന്റെ മൂഡ് മൊത്തം സ്പോയിലായതുപോലെ തോന്നി. അക്ഷയമുത്ത് ക്യാബിനിലേക്ക് കയറി ഏറെ നേരം ഓരോരോ ഡിസ്കഷനുകളും അവരവിടെ കൂടി. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് സിദ്ധാർത്ഥ് അക്ഷയുടെ ആരോഗ്യപ്പറ്റി ചോദിക്കുന്നത്. അക്ഷി, നിന്റെ PS ആ കുട്ടിയുടെ പേരെന്താണെന്ന് പറഞ്ഞേ? ആരോഹി. എന്തു പറ്റി സിദ്ധു? എന്തോ അക്ഷിക്ക് സിദ്ധാർത്ഥ് ആരോഗ്യയെക്കുറിച്ച് തിരക്കിയത് അത്രയ്ക്കങ്ങ് പിടിച്ചില്ല. ഏയ് ഒന്നുമില്ല, നൈസ് ഗേൾ. സിദ്ധാർത്ഥ് പറഞ്ഞതും അക്ഷയ് അത്ര തെളിച്ചില്ലാത്ത രീതിയിൽ ഒരു പുഞ്ചിരി അവന് മടക്കി നൽകി. സിദ്ധാർത്ഥ് അത്ര മോശം ക്യാരക്ടറൊന്നുമല്ല. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ താല്പര്യം തോന്നിയാ അതവൻ ഏത് വിധേനയും നേടിയെടുത്തിരിക്കും. അക്ഷി മനസ്സിലോർത്തു. നല്ലവനാണ്. ബിസിനസ് പരമായി തന്നെ ഒരുപാട് സമ്പത്തുള്ളവനാണ്. എന്തോ അക്ഷിതിന്റെ മനസ്സിൽ അരുതാത്ത പല ചിന്തകൾ ആ സമയം വന്നു ചേർന്നു. അതേ നേരത്തെ തന്നെ അവൻ സ്വയം ആലോചിച്ചു. സിദ്ധാർത്ഥ ആരോഗ്യയെക്കുറിച്ച് അന്വേഷിക്കുന്നതിൽ തന്റെ മനസ്സിനെന്താണ് വല്ലാത്ത ആദിയെന്ന്. എത്ര ആലോചിച്ചിട്ടും അതിനൊരു ഉത്തരം കിട്ടുന്നുണ്ടായിരുന്നില്ല അവന്. ഏകദേശം 1-2 മണിക്കൂറിന് ശേഷമാണ് സിദ്ധാർത്ഥ് അക്ഷയുടെ പ്രൈവറ്റ് റൂം വിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. അവനൊപ്പം തന്നെ അക്ഷിതുമുണ്ട്. സിദ്ധാർത്ഥും അക്ഷിതും ഒരുമിച്ച് ഇറങ്ങി വരുന്നത് കണ്ട് ആരോഹി പെട്ടെന്ന് തന്നെ സിസ്റ്റത്തിലേക്ക് മുഖം പൂഴ്ത്തി. ബൈ ആരോഹി. സിദ്ധാർത്ഥ് പറഞ്ഞതും ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അവനെ നോക്കി. അത്ര തെളിച്ചമല്ലാത്ത രീതിയിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് ആരോഹി വീണ്ടും തന്റെ സീറ്റിലേക്ക് തന്നെ ഇരുന്നു. സിദ്ധാർത്ഥ് ക്യാബിൻ വിട്ട് പോയി കഴിഞ്ഞപ്പോൾ അക്ഷയുടെ മിഴികൾ ആരോഹിയെ തേടിയെത്തി. ആരോഹിയുടെ കണ്ണുകൾ രണ്ടും സിസ്റ്റത്തിലേക്കാണെങ്കിൽ പോലും അവൾക്ക് മനസ്സിലായി അക്ഷയുടെ മിഴികളിപ്പോൾ തന്നിലാണെന്ന്. അവൾ പോലും അറിയാതെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വന്നുപോയി ആ നിമിഷം. അതേസമയം അക്ഷിതിന് വല്ലാത്ത ദേഷ്യം തോന്നി. അവൻ നോക്കിയപ്പോ അവൾ മറ്റെന്തൊക്കെയോ ആലോചിച്ചിരുന്ന് ചിരിക്കുന്നതായിട്ടാണ് അവന് തോന്നിയത്. ആരോഹി. അക്ഷയുടെ ശബ്ദം ക്യാബിനെ മുഴങ്ങിക്കെട്ടു. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജോലി ചെയ്യുമ്പോൾ 100% ആത്മാർത്ഥത കൊടുത്തു വേണം അത് ചെയ്യാനെന്ന്. പെട്ടെന്ന് അക്ഷി പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവാതെ ആരോഹി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. എന്തുപറ്റി സർ? ഞാൻ അയച്ച റിപ്പോർട്ട്സിൽ എന്തെങ്കിലും ഇററുണ്ടോ? അവൾ ചോദിച്ചതും അവനൊന്നും മിണ്ടാതെ പ്രൈവറ്റ് റൂമിനുള്ളിലേക്ക് തന്നെ കയറിപ്പോയി. ഇതെന്തൊരു പാടാപ്പ എന്ന മട്ടിൽ ആരോഹി അക്ഷി പോയ വഴിയെ നോക്കി നിന്നു. നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന വർക്കുകളെല്ലാം ഫിനിഷ് ആയപ്പോൾ ആരോഹി അക്ഷി അവളെ ഏൽപ്പിച്ച ആ ഹോസ്പിറ്റലിന്റെ ഫയലെടുത്തു. വെറുതെ ആ ഫയലിലൂടെ കണ്ണോടിച്ചു അവൾ. ചില സംശയങ്ങൾ തോന്നിയത് നോട്ട് പാഡിലേക്ക് എഴുതി വെച്ചു. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അക്ഷി പ്രൈവറ്റ് റൂമിൽ നിന്ന് ഇറങ്ങി വന്നത്. അവന്റെ മൂഡ് അത്ര ശരിയല്ലെന്ന് കണ്ടതും മടിച്ചാണെങ്കിലും അവൾ അവനെ വിളിച്ചു. സർ. മറുപടിയായി അവന്റെ ഭാഗത്തു നിന്ന് ഒരു നോട്ടമാണ് അവൾക്ക് ലഭിച്ചത്. എന്താ? സർ, ഇന്നലെ എന്നെ ഒരു പ്രോജക്റ്റിന്റെ കാര്യം ഏൽപ്പിച്ചില്ലേ? എനിക്കത് ചില ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ആരോഗ്യ പ്രോജക്ട് റിപ്പോർട്ട്സ് അടങ്ങിയ ലാപ്ടോപ്പുമായി അവന്റെ അടുത്തേക്ക് ചെന്ന് നിന്നു. അവൻ സ്വന്തം സിസ്റ്റത്തിൽ നിന്ന് മുഖം ഉയർത്തി ആരോഗ്യയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അക്ഷത് ചെയറിലിരിക്കുകയാണ്. അവന്റെ മുൻപിലേക്കാണ് ആരോഹി ലാപ്ടോപ്പ് വെച്ചത്. അവൾ അവനടുത്തേക്ക് തന്നെ ചേർന്ന് നിന്നു. ഇരുവരുടെയും ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു. അക്ഷയ് ഓരോരോ കാര്യങ്ങളായി അവൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ആരോഹിയുടെ ശ്രദ്ധ അവനിലേക്ക് വഴുതി വീണു. അക്ഷയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. ആരോഹി അവന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നപ്പോൾ
അറിയാതെ അവന്റെ മിഴികൾ ഉടക്കിയത് ചന്ദന നിറത്തിലുള്ള അവളുടെ അണിവയറിലാണ്. പല ആവർത്തി മുഖം വെട്ടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും അനുസരണയില്ലാത്ത മിഴികൾ വീണ്ടും അവിടേക്ക് ആഴ്ന്നിറങ്ങാൻ ഉത്സാഹം കാട്ടിത്തുടങ്ങി. ഒടുവിൽ അവളുടെ വയറിന്റെ ഇടതുഭാഗത്ത് തെളിഞ്ഞു കണ്ട കറുത്ത മറുകിൽ അവന്റെ നോട്ടം ചെന്നെത്തിയതും മിഴികൾ ഇറുക്കി അടച്ചു അക്ഷിത്. ആരോഗ്യമാണെങ്കിൽ ഇതൊന്നും അറിയാതെ സിസ്റ്റത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടരും. സപ്പോർട്ട് തരാതെ പോവല്ലേ.